ഹലോ മക്കളെ, എല്ലാ കൂട്ടുകാർക്കും ടോപ്പ് എക്സ് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ചോദ്യങ്ങളുടെ ബാക്കി എക്സ്റ്റൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെഷൻ വഴി തീർച്ചയായും ചോദിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. നോക്കാം, ഒരു സാമാന്തരികം എന്ന് പറഞ്ഞാൽ പാരലലോഗ്രാം ആണ് കേട്ടോ. പാരലലോഗ്രാം, നമ്മുടെ സ്വന്തം പാരലലോഗ്രാമത്തിനെ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് സാമാന്തരികം. ഒരു സാമാന്തരികം എ ബി സി ഡിയിൽ എ ബി എ ഡി എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്നാണ് അർത്ഥം. ലംബങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ. ലംബങ്ങൾ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ. യഥാക്രമം 5ഉം 20ഉം സെന്റിമീറ്റർ ആണ്. സാമാന്തരികത്തിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഏരിയ 160 സെന്റിമീറ്റർ സ്ക്വയറും ആയാൽ അതിൻ്റെ ചുറ്റളവ് എത്ര? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പെരിമീറ്റർ ആണ്. പെരിമീറ്റർ. അപ്പോൾ ഈ ജോമെട്രി പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മലയാളം പദങ്ങളും ഇംഗ്ലീഷ് പദങ്ങളും തമ്മിലുള്ള ആ ഒരു ലിങ്കാണ്. സാമാന്തരികം എന്ന് പറഞ്ഞാൽ പാരലോഗ്രാം ആണ്, ലംബങ്ങൾ പെർപെൻഡിക്കുലർ ആണ്, വിസ്തീർണം ഏരിയ ആണ്, ചുറ്റളവ് പെരിമീറ്റർ ആണ്. ഇപ്പോൾ അത് പഠിച്ചേ. ഇപ്പോൾ ഞാൻ ഇവിടെ വിളിക്കുന്നതാ നോക്കുക, എ ബി സി ഡി എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാം ഉണ്ട്. ഓക്കെ ആണേ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? എ ബി സി ഡി എന്ന് പറയുന്ന പാരലോഗ്രത്തിൽ എ ബി എ ഡി എന്നീ വശങ്ങളിലേക്കുള്ള ലംബങ്ങൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂടാ. ഇപ്പം ഞാൻ എ ബി എന്ന ഈ സൈഡ് എടുത്താൽ ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എപ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ഏതെങ്കിലും രണ്ട് വെർട്ടെക്സിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ ഡിയിൽ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത്? 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. വ്യക്തമായിട്ട് മനസ്സിലായി. ഒരു സൈഡിലേക്കുള്ള ലംബം എന്ന് പറഞ്ഞാൽ, ഒരു പാരലോഗ്രത്തിൽ ഒരു സൈഡിലേക്കുള്ള ലംബം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ആ ഒരു സൈഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അതാണ് 5 സെൻറ്റിമീറ്റർ. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എ ഡി എന്ന് പറയുന്ന വശം. ഏതാണ്? ഇതാണ് എ ഡി എന്ന് പറയുന്ന വശം. ഓക്കെ ആണേ. ഇതാണ് എ ഡി എന്ന് പറയുന്ന വശം. ഈ വശത്തിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അപ്പോൾ എവിടെ നിന്നായിരിക്കും? ആ വശത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏതെങ്കിലും രണ്ട് മൂലകളിൽ നിന്നും. അപ്പോൾ ഞാൻ ഈ ബിയിൽ നിന്നും ഇങ്ങോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഇത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 20 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് കൂടാതെ മറ്റൊരു വസ്തുത പറഞ്ഞിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് 160 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കൃത്യമായിട്ട് അറിയണം? ഒരു പാരലലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു വശമാണ് അതിൻ്റെ ബേസ് ആയിട്ട് എടുക്കുന്നത്. ആ വശം ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ബേസ് ആയിട്ട് എടുക്കുന്ന വശത്തിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെ, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം മക്കളെ, ഇപ്പം എ ബി ഇവിടെ നമ്മൾ ബേസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഈ പോയിന്റിന് ഞാൻ ഇ എന്ന് വിളിച്ചാൽ ഹൈറ്റ് എന്ന് പറയുന്നത് എ ഇ ആയിരിക്കും. ഓക്കെ ആണേ. അപ്പോൾ ഇവിടെ നോക്കുക, വിസ്തീർണം. അപ്പോൾ എ ബിനെ ഞാൻ ഈ സൈഡിന്, ഈ വശത്തിന് എനിക്ക് നീളം അറിയത്തില്ല. ഓക്കെ ആണല്ലോ. അതിന് ഞാൻ എന്തെടുക്കൂ? എക്സ് എന്ന് എടുക്കുന്നു. എക്സ് ഇൻറ്റു എ എന്ന് പറയുന്ന വശം എത്രയാണ്? 5 എന്ന് തന്നിട്ടുണ്ട്. എ ബി ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഏരിയ എത്രയാണടാ? ഏരിയ ഒരിക്കലും മാറുന്നില്ല, 160 സെൻറ്റിമീറ്റർ ആണ്. അപ്പം എക്സ് ഇൻറ്റു 5 എന്ന് പറയുന്നത് 160 ആയാൽ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 160/5 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും 32 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന വശം. അതായത് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 32 ആയിരിക്കും. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ശരി. അപ്പം ഇനി അടുത്തത്, അപ്പം ഈ ഒരു പാരലോഗ്രത്തിൻ്റെ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ രണ്ട് രീതി നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഈ എ ബിനെ ബേസ് ആയിട്ടും ഈ ഡീനെ എന്തായിട്ട് എടുക്കുന്നു? ഹൈറ്റ് ആയിട്ട് എടുത്ത്. അതുപോലെ തന്നെ മറ്റൊരു വസ്തുതയാണ്, അതുപോലെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ മറ്റൊരു രീതിയാണ് എ ഡിനെ ഒരു ബേസ് ആയിട്ട് എടുക്കുകയും എ ഡിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഇതിനെ ഹൈറ്റ് ആയിട്ട് എടുക്കുകയും. ഓക്കെ ആണേ. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും എന്ത് വരും? ഞാനിപ്പോൾ ബേസ് എന്ന് പറയുന്നത് എ ഡി എന്നെടുത്താൽ ഹൈറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ പോയിന്റിന് ഞാനിപ്പോൾ ഒരു എഫ് എന്ന് വിളിച്ചാൽ ബി എഫ് ആയിരിക്കും. വസ്തുത ക്ലിയർ ആണ്. അപ്പോൾ എ ഡി ഞാൻ വീണ്ടും എന്ന് എടുത്തു എക്സ്
എന്ന് എടുക്കുന്നു, എക്സ് ഇൻറ്റു ബി എഫ് എന്ന് പറഞ്ഞ 20, ഇത് സ്ഥിരം ഏരിയ തന്നെയല്ലേ, ഇതും എന്ത് തന്നെയാണ്, ഏരിയ തന്നെയാണ്. ഈ ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ തന്നെയാണ്. അത് എന്താണ്, 160 തന്നെയാണ്, അത് മാറുന്നില്ല, കാരണം വിസ്തീർണം ഒരിക്കലും മാറില്ല. നമ്മൾ എ ബിനെ ബേസ് ആയിട്ടും ഇനെ ഹൈറ്റ് ആയിട്ട് എടുക്കുമ്പം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഇൻറ്റു 5, അത് 160 ആണ്. നമ്മൾ ബേസ് എ ഡി ആയിട്ടും ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ബി എഫ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു 20 സമം 160 ആവും. ഇതിൽ നിന്നും എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം, 160/2 സമം എത്ര വരൂടാ, 160/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? ക്ലിയർ അല്ലേ? ഇതുവരെ ഓക്കെ ആണല്ലോ അല്ലേ? 160/20, ഇതും ക്യാൻസലായി പോയിട്ട് 16/2 8 എന്ന് വരും. 160/20 എന്നാണ്. അപ്പം 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ക്ലിയർ ആണ്, ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ എന്താണ്, ഒരു പാരലോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്തു നമ്മൾ പഠിച്ചു, ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ മറ്റൊരു കാര്യം അറിയേണ്ട, ഒരു പാരലോഗ്രാമത്തിൻ്റെ ഒരു വശം, ഓപ്പോസിറ്റ് വശങ്ങൾ എപ്പോഴും സെയിം ആയിരിക്കും. അതായത് ഇത് എ ആണെങ്കിൽ ഇതും എന്തായിരിക്കും, ഇവിടെ എ ആയിരിക്കും. അതായത് ഈ വശത്തിൻ്റെ നീളം എന്താണോ അത് തന്നെയായിരിക്കും. അപ്പോൾ ഈ വശം ബി ആണ് എങ്കിൽ ഈ വശവും എന്ത് തന്നെയായിരിക്കും, ബി തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? ഇനി ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെല്ലാം കൂടെ കൂട്ടുന്നതല്ലേ. അതായത് എ പ്ലസ് ബി, ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അത് 2a ഉണ്ട്, 2a + 2b ആണെന്ന് കാണാം. അല്ലെങ്കിൽ 2 × a + b ആണ് എന്ത്, ഒരു സാമാന്തരികത്തിൻ്റെ ചുറ്റളവ് എന്നുള്ള വസ്തുത ഓർത്താലും മതി. ക്ലിയർ ആണല്ലോ? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും കൂട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ ബി എന്ന വശം എ എന്ന് പറയുന്നത് 32 എന്ന് കിട്ടി. ഇനി എ ഡി എന്ന വശം 8 എന്നും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2 × 8 + 32 ചുറ്റളവ്, അതായത് പെരിമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, സമം 2 × 32 8 40 സമം 80 എന്ന് വരും. 80 സെൻറ്റിമീറ്റർ. ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണേ? 32 8 കൂടെ കൂട്ടുമ്പോൾ ചുറ്റളവ് കിട്ടും. അതിൻ്റെ സൂത്രവാക്യമാണ്, ഒരു പാരലോഗ്രത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമാണ് 2 × a + b. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് വെച്ച് ചെയ്യുക. ഓക്കെ ആണേ? ക്ലിയർ ആണേ? സെറ്റ് അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം നോക്കുക, വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. ഇവിടെ മറ്റേ സീക്വൻസ് പോലത്തുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? ഈ 3ഉം 7ഉം 16ഉം 35ഉം 74ഉം ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ, അത് ഇതിനെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, 3 7ലേക്കാണ് പോയത് അല്ലേ? 3 എന്ന നമ്പർ 7 ആയി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, കൂട്ടിയൊന്നും അല്ല പോകുന്നത്. 7 16 ആയി. 3ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 7 ആയി. 7ൻ്റെ കൂടെ എത്രയാണ്, 9 കൂട്ടുമ്പോഴാണ് എന്ത് വരുന്നത്, 16 വരുന്നത്. അപ്പോൾ ഒരു പ്രത്യേക രീതിയൊന്നും അല്ല എന്നുള്ള കാര്യം മനസ്സിലായി. 4 6 അങ്ങനെ പ്രത്യേക രീതികളൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇപ്പോൾ ഇവിടെ പക്ഷേ ഈ 7നെ 3ഉമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കാണാം, 6ൻ്റെ കൂടെ 1 കൂട്ടുന്നതാണ് 7. ഈ 3ഉം 6 തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? 3 × 2 + 1. 7നെ ഞാൻ എങ്ങനെ കണ്ടടാ, 6ഉം 1 എന്നുള്ള രീതി കണ്ടു. 6നെ എങ്ങനെ കാണാം, 3ഉമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ 3 × 2 + 1. അപ്പം 3 എനിക്കവിടെ ഉണ്ട്. 7നെ ഞാൻ 3 × 2 + 1 എന്നുള്ള രീതി കണ്ടു. അടുത്തത് 16 എന്നുള്ളത് എന്ത് കിട്ടുമെന്ന് നോക്കാം. 7 × 2 + സംതിങ് എന്നുള്ള രീതി എഴുതാൻ പറ്റുമോ നോക്കാം. 7 × 2 എന്ന് പറഞ്ഞാൽ 14, 14ഉം 2ഉമാണ് 16. അപ്പോൾ 16നെ 7 × 2 + 2 എന്ന് കിട്ടി. അടുത്ത 35 അതേ രീതി തന്നെ വരുമോ നമുക്ക് നോക്കാം. 35 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കാം. 16 × 2, 16 × 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 32. 32ൻ്റെ കൂടെ പിന്നെ എത്രയാണോ കൂട്ടുമ്പോഴാണ് 3ഉം കൂടെ കൂട്ടുമ്പോഴാണ് 35 കിട്ടുന്നത്. അതായത് 16 × 2 + 3. അപ്പോൾ ഒരു രീതി മനസ്സിലായി. നോക്കിക്കേ, എല്ലായിടത്തും തൊട്ട് പുറകത്തെ സംഖ്യനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 2 3 എന്നുള്ള നമ്പർ ആകും കൂട്ടിയാൽ മതി. അപ്പോൾ അടുത്തത് എങ്ങനെയായിരിക്കും വരേണ്ടത്? 35 × 2 + 4 നോക്കാം. 35 × 2 എന്ന് പറഞ്ഞാൽ 70 വരും. 74 74. അപ്പോൾ അടുത്ത് എങ്ങനെയായിരിക്കും ഇവിടെ? 74 × 2 + 5 ആയിരിക്കും. 74 × 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 140ഉം 8ഉം 148ഉം 5ഉം 3 153 എന്ന് വരും. 153 എന്ന് നമുക്ക് ഉത്തരം. അപ്പോൾ ഈ ശ്രേണികൾ ഈ
ശ്രേണികൾ, അതായത് എന്താണ്, ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ കണക്ട് ചെയ്യുന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലായാൽ മതി. അപ്പോൾ ഈ കണക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, അതായത് 3-ൽ നിന്നും 7-ലേക്ക് വരുന്നു, 7 16 ആവുന്നു. അപ്പോൾ എന്തോ ഒരു നമ്പർ ഗുണിക്കുന്നുണ്ട്, ആ ഗുണിക്കുന്നത് എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. ഗുണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നമ്പർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും കൂട്ടിയോ അങ്ങനെ എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കുക. ഓക്കെ ആണല്ലോ. ഇത് ഈ രീതി തന്നെയല്ല, ചിലപ്പോൾ മറ്റും വഴികൾ ഉണ്ടാവാം. ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണേ, ക്ലിയർ ആണേ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു 25 + 5 ഡിവൈഡഡ് ബൈ 900 മൈനസ് 90 ഇൻറ്റു 100. ബോഡ് മാസ് എന്നത് കൃത്യമായിട്ട് അറിയാവുന്ന ആർക്കും ഇത് ചെയ്യാം. പക്ഷേ ഇവിടെ മറ്റൊരു വസ്തുതയുണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇൻറ്റുവിനെ പ്ലസ്സിനെ ഒക്കെ മാറ്റി മാറ്റിയാണ് വിളിച്ചിരിക്കുന്നത്. പ്ലസ്സിനെ അവർ വിളിക്കുന്നു ഇൻറ്റു, ഇനി മൈനസിനെ അവരെന്തെന്നാണ് വിളിക്കുന്നത്, ഡിവിഷൻ, ഇനി ഇൻറ്റുവിനെ അവർ എന്തെന്നാണ് വിളിക്കുന്നത്, മൈനസ്, ഇനി ഡിവിഷനെ അവരെന്തെന്നാണ് വിളിക്കുന്നത്, പ്ലസ്. അപ്പോൾ ഇതിവിടെ ചെയ്ത് കഴിയുമ്പം ഇതെല്ലാം മാറിയിട്ട് ഇതാണ് ശരിക്കുള്ള സാധനം. ഓക്കെ ആണേ, അത് നമുക്ക് ക്ലിയർ ആയി. ബോഡ് മാസ് വെച്ച് ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഡിവിഷൻ ഉണ്ടോ എന്ന് നോക്കുക മക്കളെ. ഡിവിഷൻ ഉണ്ട്. എന്ത് വരും, 900/90 അല്ലേ. ഇതെന്ത് വരും, 10 വരും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇവിടെ 10 മൈനസ് 100 ഇവിടെ നിൽക്കും. ഇവിടെ ഒരു 5 വരും, ഇവിടെ ഒരു ഇൻറ്റു വരും, 25. 25 ഇൻറ്റു 5. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. 25 ഇൻറ്റു 5 എന്ന് പറയാൻ എത്രയാണ്, 125 ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് 125 + 10 മൈനസ് 100. 125-ൽ നിന്നും 100 പോയി കഴിഞ്ഞാൽ എത്രയാണ്, 25. 25ഉം 10ഉം എത്ര വരും, 35 എന്ന് ഉത്തരം വരും. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ബോഡ് മാസ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ അറിയണം. അതുപോലെ സമാധാനത്തിൽ ഈ പറയുന്ന വസ്തുതകൾ കൃത്യമായിട്ട് എഴുതാനും പറ്റണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാൻ ആദ്യം ഈ ചോദ്യം അതുപോലെ തന്നെ എഴുതി, എന്നിട്ട് ശരിയായതോ അതിൻ്റെ മേലെ എഴുതി അത് വെച്ച് പ്രൊസീഡ് ചെയ്യുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ക്യാറ്റ് എന്നത് 9ആയും ക്യാറ്റ് എന്ന് പറയുന്നത് 9ആയിട്ടും ഇനി ഡീർ എന്ന് പറയുന്നത് 11ആയും എഴുതിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ എലിഫൻറ്റ് എന്ന് പറയുന്നത് ഏത് നമ്പറുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ആണേ. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ചോദ്യം തരുമ്പം ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ കൈ കിട്ടുന്നൊരു സമയമുണ്ടല്ലോ, അതായത് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് ചോദ്യപേപ്പർ കൈ കിട്ടും. അപ്പോൾ പൊട്ടിച്ച് നോക്കരുതെന്നൊക്കെ പറയുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ആ ബാക്കിലെ റഫ് സ്പേസിൽ ഈ സാധനം വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. ഈ സാധനം ഒന്ന് എഴുതി വെക്കുന്ന സമയം കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഒരു ചോദ്യത്തിലേക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്താൻ വേണ്ടി നമ്മളത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇവിടെ നോക്കുക, ക്യാറ്റ് എന്ന് പറഞ്ഞാൽ 3ആണ്. ക്യാറ്റിലെ സി 3ആണ്, എ 1ആണ്, പിന്നെ ടി എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 24 എന്നുള്ള നമ്പറാണ് വരുന്നത്. 24 9 തമ്മിൽ എന്തില്ല, ഒരു ബന്ധവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ. അതുപോലെ ഡീർ എന്ന് പറയുന്നത് എന്താണ്, അപ്പം ഡീർ എന്ന് പറയുന്നത് ഡീറിൻ്റെ അകത്ത് വരുന്നത് 4 5 5 6 എന്ന് പറഞ്ഞാൽ 18 ആണ്. 18 4 32, 18 4 22, 22 10 32 എന്നുള്ള നമ്പറിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു രീതിയിൽ എന്താവാൻ പറ്റുന്നില്ല, കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നൊരു വസ്തു നമുക്കിവിടെ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ നമ്പറുകളെ എങ്ങനെയെങ്കിലും ബന്ധിക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഈ നമ്പറുകളുമായിട്ടുള്ള കണക്ഷനിലേക്ക് നമ്മളുടെ ചിന്ത കടന്നു ചെല്ലണം. ഓക്കെ ആണേ. അപ്പോൾ അതാ നോക്കുക, അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്യാറ്റ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് എത്രയാണ്, 3 ലെറ്റർ ആണുള്ളത്. 3 ലെറ്റർ ഉള്ളതിനെ 9ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. 4 ലെറ്റർ ഉള്ളതിനെ 11ലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ. ഇനി നമുക്കിവിടെ ആ കണക്ഷൻ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എടാ ഈ 3നെ 9ലേക്ക് എത്തിക്കാം, 3x3 ചെയ്താൽ മതി. പക്ഷേ 4x4 ചെയ്യുമ്പോൾ 11 കിട്ടുന്നുണ്ടോ, ഇല്ല. അപ്പം നമുക്ക് ആ ഒരു പരിപാടി നടക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇരട്ടിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം 4ഉം 11 തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഒരു നമ്പർ മൾട്ടിപ്പിൾ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ 3നെ 3 കൊണ്ട് ഗുണിച്ച് 9 വരുന്നു. അതിവിടെ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കി. പിന്നെ 3ൻ്റെ ഇരട്ടിയിലേക്ക് 3നെ കണക്ട് ചെയ്യാൻ നോക്കാം. 3ൻ്റെ ഇരട്ടി 6 ആണ് അല്ലേ. 3 × 2 ചെയ്യുമ്പോൾ 6. ഈ 6ഉം 9ഉം തമ്മിൽ എന്താണ് ബന്ധം, 6നോട് കൂടി 3 കൂട്ടുന്നത് 9 ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 4ൻ്റെ ഇരട്ടി കണ്ടു നോക്കിക്കേ, 8 വരും. 4ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 8 വരും. ഈ 8ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 11 കിട്ടുമോ, കിട്ടുന്നുണ്ട്. ഓക്കെ ആണ്. അപ്പോൾ ഈ രണ്ടിലും ഈ സാധനം ഓക്കെയാണ്. അപ്പോൾ അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും, എലിഫൻ്റ് അത് എത്ര ലെറ്റർ ഉണ്ട്, 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട് അല്ലേ. 8ൻ്റെ ഇരട്ടി കാണുക. 8ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 16 ആണ്. 16നോട് കൂടി 3 കൂട്ടുക, എത്ര വരും, 19 എന്ന് വരും.
വരും. അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ബി 19 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാധനം അത്യാവശ്യം എന്താ പറയുക, ഈ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സിവിൽ എക്സൈസ് സോഫ്റ്റ്വെയറിന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ അത്യാവശ്യം ഒന്ന് ചിന്തിക്കേണ്ട ചോദ്യം തന്നെയാണ്. നമ്മുടെ സമയം അല്പം ഒന്ന് കാർന്നെടുക്കുന്ന ചോദ്യം തന്നെയാണെന്ന് വേണ്ടി പറയാം. അപ്പോൾ ഈ ഒരു വസ്തുത ഇങ്ങനെ ചിന്തിക്കാനുള്ള ഒരു പ്രേരണയാണ് ഈ ഒരു ചോദ്യം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ക്ലിയർ അല്ലേടാ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2018 ജനുവരി 1 എന്ന് പറയുന്നത് എന്താണ്? തിങ്കളാണ് എങ്കിൽ 2022 ജനുവരി 1 എന്ന് പറയുന്നത് ഏത് ദിവസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 2018 22 ഇടയ്ക്ക് എത്ര വർഷമുണ്ട്? അതായത് ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിക്കണം. 19, 20, 21, 22 അല്ലേ? 2018 കഴിഞ്ഞിട്ട് 4 വർഷം അല്ലേ? 4ാം വർഷമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ 2022 എന്ന് പറയുന്നത്. അപ്പോൾ ആ 4 എഴുതുക. 4 എഴുതി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഇടയ്ക്ക് അതിവർഷങ്ങൾ ഉണ്ടോ എന്ന് നോക്കണം. അതിവർഷങ്ങൾ എന്ന് പറയുമ്പം ഈ ലാസ്റ്റ് 2 അക്കം 4ൻ്റെ ഗുണിതമായിട്ടുള്ള നമ്പർ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് 4ൻ്റെ ഗുണിതമായിട്ടുള്ള ഏതുണ്ട്? 20 ഉണ്ട്. അപ്പോൾ അതിവർഷം, ഒരു അതിവർഷം ഉണ്ട്. അപ്പം 2018, 22 തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. ഓക്കെ ആണല്ലോ? 18ൻ്റെ കൂടെ 4 കൂട്ടും 22. ഇനി ഇതിനിടയ്ക്ക് അതിവർഷം ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടുക. ആ കിട്ടുന്ന സംഖ്യ എന്ത് ചെയ്യുക? 7 കൊണ്ട് ഹരിക്കുക. ഇവിടെ 5നെ 7 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ 5 തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ തിങ്കൾ കഴിഞ്ഞ് 5ാം ദിവസം ഏതാ നോക്കുക. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, 1, 2, 3, 4, 5ാം ദിവസം ഏതാണ്? ശനി. അപ്പം ശനി ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ആൻസർ. അതായത് 2022 തിങ്കൾ കഴിഞ്ഞ് വരുന്ന 5ാമത്തെ ദിവസം ഏതാണോ അതായിരിക്കും 2022 ജനുവരി 1 എന്ന് പറയുന്ന തീയതിയിലെ ആഴ്ച. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണ്? ശനിയാഴ്ചയായിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? കൃത്യമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 5 ചോദ്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. വരാൻ പോകുന്ന എക്സാമിന് സെറ്റായിട്ട് നമുക്ക് ഓരോ ക്ലാസ്സുകളും ചെയ്യാം. വീണ്ടും കാണും വരേക്കും ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ഓക്കെ, ബൈ.